നൂറുകണക്കിന് കാർട്ടൂൺസ് തികച്ചും ഫ്രീ ആയിട്ട് ഫോട്ടോഷോപ്പിനുള്ളിൽ തന്നെ. വെൽക്കം ടു പെർഫെക്റ്റ് ഫോട്ടോഷോപ്പ്. നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള നല്ല കിഡിലൻ പ്രൊഫഷണൽ ലുക്കിലുള്ള കളർ ടോൺസ് ലഭിക്കാനായിട്ട്, അതും ഫോട്ടോഷോപ്പിനുള്ളിൽ തന്നെ. എങ്ങനെയെന്നല്ലേ? ഡിയോടോൺസ്. അതിനായിട്ട് നിങ്ങൾ പ്രത്യേകിച്ച് വേറെ സോഫ്റ്റ്വെയറുകളൊന്നും യൂസ് ചെയ്യേണ്ട. ഇത് നമ്മുടെ ഫോട്ടോഷോപ്പിൻ്റെ ഉള്ളിൽ തന്നെ ഇൻബിൽഡ് ആയിട്ടുള്ള ഒരു സെറ്റപ്പാണ് ഡിയോടോൺസ്. അത് ഉപയോഗിക്കാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോയിലൂടെ കണ്ടത് ഉപയോഗിച്ച് നോക്കുക. ഈ ഡിയോടോൺസിനകത്ത് ഇഷ്ടം പോലെ നല്ല അടിപൊളി കളർ പ്രീസെറ്റ്സുകൾ നമുക്ക് ലഭിക്കും. അതുകൂടാതെ തന്നെ നമുക്ക് അതിനകത്ത് നമുക്ക് അതിനകത്ത് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മുടേതായിട്ടുള്ള പ്രീസെറ്റ്സുകൾ നമുക്ക് ഉണ്ടാക്കാനും സാധിക്കും. പ്രീസെറ്റ്സുകൾ ഉണ്ടാക്കിയിട്ട് നമുക്കത് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മുടേതായ ടോണിലേക്ക് മാറ്റാനായിട്ട് സാധിക്കും. അതിൻ്റെ ആവശ്യം വരുന്നില്ല. അതിൻ്റെ അകത്ത് തന്നെ കിഡിലൻ നല്ല അടിപൊളി പ്രീസെറ്റ്സ് അതിൻ്റെ അകത്ത് തന്നെ ലഭിക്കുന്നുണ്ട് ഓൾറെഡി. പിന്നെ ഈ ഡിയോടോണിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മുടെ RGB മോഡിൽ വർക്ക് ചെയ്യില്ല, ഗ്രേ സ്കെയിൽ മോഡിൽ വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ അതിനെന്താണ് ഒരു പരിഹാരം? സ്മാർട്ട് ഒബ്ജക്റ്റ്. ഈ സ്മാർട്ട് ഒബ്ജക്റ്റിനെ കുറിച്ച് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവരുണ്ടെങ്കിൽ അത് പോയി കാണുക. നമ്മൾ ഇത് ഗ്രേ സ്കെയിൽ മോഡിൽ മാത്രമേ വർക്ക് ചെയ്യുന്നു. അതുകൊണ്ട് ഇത് നമ്മൾ സ്മാർട്ട് ഒബ്ജക്റ്റിലേക്ക് മാറ്റിയിട്ട് അതിൽ നമ്മൾ ഡിയോടോണിലേക്ക് നമ്മളുടെ ഇഷ്ടമുള്ള ടോണിലേക്ക് മാറ്റിയതിന് ശേഷം RGB മോഡിലേക്ക് കൊണ്ടുവരികയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചെയ്യുന്നത്. എല്ലാവരും ഈ വീഡിയോ ഒന്ന് ശരിക്കും കാണുക. നല്ല അടിപൊളി കിടിലൻ ടോണുകളാണ് നമുക്ക് ലഭിക്കുന്നത്. എല്ലാവരും അത് കണ്ട് അതുപോലെ ചെയ്ത് നോക്കുക. നമുക്കെന്നാൽ നേരെ വീഡിയോയിലേക്ക് പോകാം. ഓക്കെ, ഡിയോടോൺ എങ്ങനെ ഉപയോഗിക്കാമെന്ന് നമുക്ക് നോക്കാം. ഞാനിപ്പോൾ ഒരു ഇമേജ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ ഒരു കോപ്പി എടുക്കാം. ഞാനിപ്പോൾ ഒരു കോപ്പി എടുത്തിട്ടുണ്ട്. ഡിയോടോൺ കിടക്കുന്നത് ഇമേജ് മെനുവിൽ മോഡിൽ ഇവിടെ ഡിയോടോൺ ആണ്. പക്ഷേ അതിപ്പോൾ ആക്റ്റീവ് അല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിയോടോൺ RGB മോഡിൽ വർക്ക് ചെയ്യില്ല, ഗ്രേ സ്കെയിൽ മോഡിൽ മാത്രമേ വർക്ക് ചെയ്യത്തുള്ളൂ. അപ്പം നമുക്ക് ഈ ഡോക്യുമെന്റ് RGB മോഡിൽ നിന്നും ഗ്രേ സ്കെയിൽ മോഡിലേക്ക് മാറ്റണം. അതിനായിട്ട് ഇമേജിൽ മോഡ് ഇപ്പോൾ RGB ആണ് കിടക്കുന്നത്, നമ്മളത് നേരെ ഗ്രേ സ്കെയിലിലേക്ക് മാറ്റണം. അപ്പോൾ ഇത് ഫ്ലാറ്റൻ ചെയ്യണമെന്ന് ചോദിക്കും. നമുക്കിപ്പോൾ ഫ്ലാറ്റൻ ചെയ്യേണ്ട, ഡോണ്ട് ഫ്ലാറ്റൻ. ഇപ്പോൾ ഇത് ഗ്രേ സ്കെയിൽ മോഡിലേക്ക് മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇമേജിൽ മോഡിൽ ഡിയോടോൺ ഇപ്പോൾ ആക്റ്റീവ് ആയിട്ടുണ്ട്. ക്ലിക്ക് ചെയ്ത് നോക്കാം. കണ്ടോ, ഇപ്പോൾ തന്നെ നല്ലൊരു സ്റ്റൈലിംഗ് ടോണിലേക്ക് അത് മാറിയിട്ടുണ്ട്. ഇവിടെ ഇഷ്ടംപോലെ ടോണുകൾ നമുക്ക് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ട്. നമുക്കൊന്ന് നോക്കാം. ഉണ്ടോ, ഒരുപാട് കളർ ടോണുകൾ നമുക്ക് ഇവിടെ നിന്ന് സെലക്ട് ചെയ്യാം. ഏത് തരം പല ടൈപ്പ് കളർ ടോണുകൾ നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. കർവ്, നമുക്ക് ഇത്രയും കോംപ്ലിക്കേഷൻ വേണ്ട. ഇതിനകത്ത് തന്നെ കസ്റ്റം പ്രീസെറ്റുകൾ ഇഷ്ടംപോലെ ഉണ്ട്. കണ്ടോ, ഒത്തിരി അടിപൊളി കളർ ടോൺ പ്രീസെറ്റുകൾ ഇതിനകത്തുണ്ട്. നമുക്ക് ഓരോന്ന് എടുത്തു നോക്കാം. ഉണ്ടോ, നല്ല സ്റ്റൈലായിട്ടുള്ള നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കളർ ടോണുകളാണ് ഇതിനകത്തുള്ളത്. നമ്മളെടുക്കുന്ന പോർട്രേറ്റിനൊക്കെ നല്ല അടിപൊളി കളർ ടോണുകളിലേക്കൊക്കെ കൊണ്ടുവരാനായിട്ട് ഇതിലെ ടോണുകൾക്ക് സാധിക്കും. ഉണ്ടോ, നല്ല നല്ല ടോണുകൾ ഇതിനകത്തുണ്ട്. നിങ്ങൾ ഒന്നെടുത്ത് നോക്കുക. നല്ല ടോണാണിത്. ഉണ്ടോ, ഇത് നല്ലൊരു ടോണാണ്. ഞാനിപ്പോൾ ഈ BL409407 VM ഗ്രേ സെലക്ട് ചെയ്യുകയാണ്. ഓക്കെ ഇടുകയാണ്. ഇപ്പം നല്ലൊരു ടോണിലേക്ക് മാറിയിട്ടുണ്ട്. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ ഒറിജിനൽ കളർ കംപ്ലീറ്റ് നമുക്ക് ലോസ് ആയി. പിന്നെ നമുക്ക് എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ട്രൈ ടോൺ എന്നുള്ള ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. വേറെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനും സാധിക്കില്ല. ഇവിടെ അഡ്ജസ്റ്റ്മെന്റ് ലെയറിൽ തന്നെയാണെങ്കിൽ തന്നെ എല്ലാ സെറ്റിങ്സും ഡിസേബിൾ ആണ്. വൈബ്രൻസ്, കളർ ബാലൻസ്, ചാനൽ മിക്സർ, കളർ ലുക്കപ്പ് എല്ലാം ഡിസേബിൾ ആണ്. നമുക്കിതൊന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ആ ഒറിജിനൽ കളറും കൂടി കിട്ടണമെന്നുണ്ടെങ്കിൽ എങ്ങനെ നമുക്ക് ചെയ്യാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ടുള്ളൊരു സൊല്യൂഷനാണ് സ്മാർട്ട് ഒബ്ജക്റ്റ്. അതെങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ഞാനിതൊന്ന് Ctrl+Z അടിച്ച് അൺഡു ചെയ്യുകയാണ്. അതിനുശേഷം നമ്മൾ ഈ കോപ്പി ചെയ്തെടുത്തിരിക്കുന്ന ഈ ലെയർ നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് കൺവേർട്ട് ടു സ്മാർട്ട് ഒബ്ജക്റ്റ് ആക്കി മാറ്റുന്നു. ഇപ്പോൾ അത് സ്മാർട്ട് ഒബ്ജക്റ്റ് ആയിട്ടുണ്ട്. ആ സിമ്പിൾ കണ്ടറിയാം. സ്മാർട്ട് ഒബ്ജക്റ്റിനെ കുറിച്ച് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്.
അത് കാണാത്തവരുണ്ടെങ്കിൽ അത് പോയി കാണുക. ഇതിപ്പോൾ ഒറിജിനൽ ഡോക്യുമെന്റ് ആണ്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഞാനിവിടെ ഒരു ഡോക്യുമെന്റ് മാത്രമേ ഓപ്പൺ ചെയ്തിട്ടുള്ളൂ. നമ്മൾ ഈ സ്മാർട്ട് ഒബ്ജക്റ്റിന്റെ അകത്ത്, ഈ തമ്പനെയിലിന്റെ അകത്ത് വെച്ചിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്താൽ ആ ലെയർ മാത്രം, ആ സ്മാർട്ട് ഒബ്ജക്റ്റിന്റെ ലെയർ മാത്രം വേറൊരു സെപ്പറേറ്റ് ഡോക്യുമെന്റിലേക്ക് ഓപ്പൺ ആവും. ഇപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ട്. ലെയർ 1.psb എന്ന് പറഞ്ഞിട്ട് ആ ലെയർ ഇവിടെ ഓപ്പൺ ആയിട്ടുണ്ട്. നമ്മൾ ഇനി ഇവിടെ നിന്ന് വർക്ക് ചെയ്യും. ഒറിജിനൽ ഡോക്യുമെന്റ് അവിടെ കിടപ്പുണ്ട്. നമ്മൾ ഈ സ്മാർട്ട് ഒബ്ജക്റ്റിന്റെ ലെയറിന്റെ ഉള്ളിൽ നിന്നാണ് വർക്ക് ചെയ്യുന്നത്. ഇവിടെ പോയിട്ട് നമ്മൾ ഇനി മോഡ് ഗ്രേ സ്കെയിൽ ആക്കി മാറ്റുന്നു. അത് കഴിഞ്ഞിട്ട് മോഡ് ഡ്യൂട്ടോൺ എടുക്കുന്നു. നമുക്ക് ആവശ്യമുള്ള ടോൺ നമ്മൾ ഇവിടെ നിന്ന് സെലക്ട് ചെയ്യുന്നു. ഞാനിപ്പോൾ നമ്മൾ നേരത്തെ എടുത്ത BL 450 407 തന്നെ സെലക്ട് ചെയ്യാണ്. ഇപ്പൊ നമുക്ക് ആവശ്യമായ കളർ ടോൺ നമ്മളിപ്പോൾ എടുത്തിട്ടുണ്ട്. ഇനി ഇപ്പൊ നിങ്ങൾക്ക് കണ്ട മനസ്സിലായും ഒറിജിനൽ ഡോക്യുമെന്റ് അങ്ങനെ തന്നെ കിടക്കുകയാണ്. നമ്മളിപ്പോ ഈ ഡോക്യുമെന്റ്, സ്മാർട്ട് ഒബ്ജക്റ്റിന്റെ ഈ ഡോക്യുമെന്റ് ഇവിടെ നിന്ന് നമ്മൾ ഫയലിൽ സേവ് കൊടുക്കുകയാണ്. സേവ് കൊടുത്താൽ അത് ഒറിജിനൽ ഡോക്യുമെന്റ്, ഇപ്പൊ ഇത് ഒറിജിനൽ ഡോക്യുമെന്റ്, അവിടെ അത് അപ്ഡേറ്റ് ആവും. ഇപ്പൊ നമുക്ക് ഒറിജിനൽ ഡോക്യുമെന്റിൽ ആ കളർ ടോൺ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇത് RGB മോഡിലുള്ള ഡോക്യുമെന്റ് ആയതുകൊണ്ട് ഇവിടെ നിന്ന് എന്ത് അഡ്ജസ്റ്റ്മെന്റും നമുക്ക് ഇവിടെ നിന്ന് ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഇനി ഇതിന്റെ ഒപ്പാസിറ്റി, നമ്മൾ ഈ ടോണിന്റെ ഒപ്പാസിറ്റി കുറച്ചാൽ നമുക്ക് ആ ഒറിജിനൽ കളറിന്റെ ടോണും കൂടി നമുക്ക് ബ്ലെൻഡ് ചെയ്ത് കിട്ടും. അങ്ങനെ നിങ്ങൾക്ക് ഒറിജിനൽ കളർ ടോണും കൂടി ഇതിനകത്ത് യൂസ് ചെയ്ത് കുറച്ചും കൂടി നല്ലൊരു എഫക്റ്റിലേക്ക്, കളർ ഗ്രേഡിലേക്ക് നിങ്ങൾക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. കൂടാതെ ഇതിനകത്ത് ഒരുപാട് ബ്ലെൻഡിങ് ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. അതായത് മൾട്ടിപ്ലൈ, ഡാർക്ക് ആൻഡ് കളർ, അതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ആ ടോണും നമ്മുടെ ഒറിജിനൽ കളർ ടോണും കൂടി ബ്ലെൻഡ് ചെയ്തിട്ടുള്ള നല്ല അടിപൊളി കളർ ഗ്രേഡിലേക്ക് നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഇതൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, നല്ല പ്രൊഫഷണൽ ഗ്രേഡിലേക്ക് മാറ്റാനായിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് സാധിക്കും. പിന്നെ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം, ഇവിടെ അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ ആക്റ്റീവ് ആയിരിക്കും. എല്ലാ അഡ്ജസ്റ്റ്മെന്റുകളും ആക്റ്റീവ് ആണ്. ഇവിടെ നിന്ന് നമുക്ക് അഡ്ജസ്റ്റ്മെന്റ്സ് ഒക്കെ ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഡ്യൂട്ടോൺ ഉപയോഗിക്കേണ്ട ഐഡിയ നിങ്ങൾക്ക് കിട്ടിയില്ലേ? ഇനി നിങ്ങളുടെ അടുത്ത ഇമേജിലോ നിങ്ങളുടെ അടുത്ത വർക്കിലോ ഈ ഡ്യൂട്ടോൺ ഒന്ന് ഉപയോഗിച്ച് നോക്കുക. എല്ലാവർക്കും നല്ല അടിപൊളി കളർ ഗ്രേഡിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നൊരു ടോൺ ആണെന്ന് ഡ്യൂട്ടോൺ. എല്ലാവരും യൂസ് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് വരുന്നവരെ ഗുഡ് ബൈ.